നിറം വർദ്ധിക്കാനായിട്ട് ഒരു ഗ്ലൂട്ടാത്തയോൺ എടുക്കേണ്ട കാര്യമോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങൾ മാത്രം മതി. നമ്മൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് ഈ എന്താ പറയുക, നമ്മൾ ഇപ്പോൾ ഈ ഗ്ലൂട്ടാത്തയോൺ എടുക്കുന്നതിനെക്കാട്ടിലും നല്ലതായിട്ട്, അതേപോലെ തന്നെ നിറം വർദ്ധിക്കാൻ മാത്രമല്ല കേട്ടോ, ആരോഗ്യത്തിന് ആണെങ്കിലും ഏറ്റവും നല്ല ഒരു ഡ്രിങ്കാണ് ഇത്. ഇതെങ്ങനെയാണ്, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അല്ലാതെ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല അതിനകത്ത്. ആകെ 2-3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാനിന്ന് പറയുന്നത്. ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കില്ല എന്ന് വിചാരിക്കണു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് ആണ് കേട്ടോ. ഒരു ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ ബീട്രൂട്ടിൻ്റെ ഒരു പാതിയാണ് എടുത്തിരിക്കുന്നത്. വലിയ ബീട്രൂട്ട് ആണെങ്കിൽ ഇത്രയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, പാതി എടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ ബീട്രൂട്ട് ആണെങ്കിൽ ഒരു പാതിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് നമ്മുടെ മാതളം, അനാർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമ്മുടെ ഈ പൊമഗ്രാനൈറ്റ് ആണ് ഇതിന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യം കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമുക്ക് ആവശ്യമില്ല. ഇത് ഓരോന്നും പാതിയാണ് എടുത്തതെങ്കിൽ ഇതിൻ്റെയും ഒരു പാതി എടുത്താൽ മതി കേട്ടോ. കാരണം നമ്മളിത് ഡെയിലി കഴിക്കുന്നതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാതി എടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പം ഞാനിതാ ഇവിടെ അനാർ കൂടി പാതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എടുക്കാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. ഇതിങ്ങനെ നമ്മൾ പാതി കട്ട് ചെയ്തിട്ട് അതൊന്ന് പുറകുന്ന് തട്ടി കൊടുത്താൽ മതി. ഇത് പെട്ടെന്ന് എടുക്കാനായിട്ട് ഈസിയാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളെ വേണ്ടുള്ളൂ. ഇതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. എങ്കിലും അതേ, ഇപ്പോൾ ഈ അനാറാണെങ്കിലും ശരി, ആൻറ്റി ഓക്സിഡൻസ് ധാരാളം ഉള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ അയൺ, കാൽസ്യം, ഫൈബർ ഇതെല്ലാം ഏറ്റവും കൂടുതൽ അടങ്ങിയതാണ്. അപ്പോൾ ഇത് നിറം വെക്കാൻ മാത്രമല്ല, നമ്മളിപ്പോൾ അമിതവണ്ണമുള്ള ആൾക്കാർ വണ്ണം കുറയ്ക്കാനായിട്ടും ഈ ഒരു ഡ്രിങ്ക് കുടിച്ചാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി നമുക്ക് വരാതെ നമ്മുടെ അമിതവണ്ണം കുറയ്ക്കാനായിട്ട് കൂടി എളുപ്പമുള്ള ഏറ്റവും നല്ലൊരു ഡ്രിങ്ക് കൂടിയാണ് ഇത് കേട്ടോ. പിന്നെ അതേപോലെ നമ്മുടെ ഈ പോമോഗ്രാനൈറ്റ് നമുക്ക് അങ്ങനെ വെറുതെ കഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് ഈ ഇപ്പോൾ കിഡ്നി സ്റ്റോൺ ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും നല്ലത് ജ്യൂസ് ആക്കിയിട്ട് അത് അരിച്ചു കുടിക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇതിനൊരു ചെറിയൊരു സീഡ് ഉണ്ടല്ലോ അകത്ത്. അപ്പോൾ അത് അങ്ങനെ അകത്ത് ഡെയിലി കഴിക്കുമ്പോൾ കിഡ്നി സ്റ്റോൺ ഉള്ള ആൾക്കാർക്ക് അത്ര നല്ലതല്ല. അപ്പോൾ നമ്മളിത് ഇതേപോലെ നമ്മൾ ജ്യൂസ് ആക്കിയിട്ട് അത് അരിച്ചു കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും വരില്ല. അതുമാത്രമല്ല, ഏറ്റവും ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള കാര്യങ്ങൾ കൂടിയാണ് ഈ 3 കൂടി ചേരുമ്പോൾ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ എല്ലാം മിക്സിയിലൊക്കെ ഒന്നിട്ട് നമ്മളൊരു ജ്യൂസ് ആക്കുന്നേ ഉള്ളൂ കേട്ടോ. അത് അരിച്ചെടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ കഴിക്കാം, ഏറ്റവും നല്ലത് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഏറ്റവും കഴിക്കാൻ പറ്റുന്നുള്ളവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും ഗുണമാണ്. ഇത് നിങ്ങൾക്ക് ഒരു മാസം, അതായത് ഒരു 10-15 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടി തുടങ്ങും. നിങ്ങൾക്ക് നല്ല ഒരു എന്താ പറയുക ഗ്ലോ തന്നെ നമ്മുടെ ശരീരത്തിന് മൊത്തം നമുക്കത് കിട്ടും. അതേപോലെ തന്നെ വേറൊരു കാര്യം എന്താ പറഞ്ഞാൽ, ഇപ്പോൾ ചുളിവ് വരാതിരിക്കാനും ഒക്കെ നല്ലൊരു കാര്യമാണ് കേട്ടോ. വെളുക്കാൻ മാത്രമല്ല, അതേപോലെ ഞാൻ പറഞ്ഞല്ലോ, വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നവർക്കും ഏറ്റവും നല്ലൊരു ഡ്രിങ്കാണ്. നമുക്ക് ഹെൽത്തി ആയിട്ട്, എന്നാൽ എല്ലാ എന്താ പറയുക, നമുക്ക് ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഒരു ഡെഫിഷ്യൻസിയുടെ ഒരു ഇത് വരില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് താനും. അപ്പോൾ ഏറ്റവും നല്ലതാണ്, ചുളിവ് വരാതിരിക്കാനും നിറം വെക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ ഇത് കഴിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രാവിലെ വെറും വയറിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഏറ്റവും ഗുണം അതാണ്. ഇനി നിങ്ങൾക്ക് അപ്പം പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ എങ്കിലും ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ജ്യൂസ് ആക്കിയിട്ട് കുടിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഗുണമാണ്. ഭക്ഷണത്തിൻ്റെ മുകളിൽ കഴിക്കാതിരിക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ പാലോ മധുരമോ ആഡ് ചെയ്യാതെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. പാലും, കാരണം നമ്മൾ അനാറൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ പാല് ഇതിൻ്റെ കൂടെ ചിലവർ അങ്ങനെ കുടിക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് അത്ര നല്ലതല്ല. നമ്മൾ ഇങ്ങനെ തന്നെ കഴിക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇങ്ങനെ ജ്യൂസ് ആക്കിയിട്ട് കുടിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇതാ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കുടിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഇതൊരു 1/2 കപ്പൊക്കെ ആക്കിയാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇത് വളരെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ കുടിക്കാനായിട്ട്. ഡെയിലി നമ്മളിത് ശീലിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതേപോലെ നമുക്ക് ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ അവർക്കൊക്കെ ഇത്രയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 2 സ്പൂൺ 3 സ്പൂണൊക്കെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഒരു 8-10 വയസ്സൊക്കെ ആയിന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇപ്പോൾ ഇതിൻ്റെ ഒരു പാതി ജ്യൂസൊക്കെ കൊടുക്കണതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. വലിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിന് 1 കപ്പ് വരെ നമുക്ക് കുടിക്കാം, ഒരു പ്രശ്നമില്ല. നിങ്ങളൊരു 10-15, നിങ്ങൾ ആദ്യം തുടങ്ങുന്നതിന് മുന്നേ ഒരു ഫോട്ടോ എടുത്തിട്ട്, ഒന്ന് ഫിൽറ്റർ ഒന്നും ചെയ്യാത്തൊരു ഫോട്ടോ എടുത്തിട്ട് വെച്ച് നോക്കൂ. അത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു 10-15 ദിവസം ഈ ഒരു ഡ്രിങ്ക് കുടിച്ചിട്ട് നിങ്ങളൊന്ന് ഫോട്ടോ എടുത്ത് നോക്കൂ. അതേപോലെ ഒരു മാസം, ഒരു 2-3 മാസം വരെ നിങ്ങൾ ഇതൊന്ന്
ചെയ്തു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ചിലപ്പോൾ നമുക്കത് ആ കളറ് വ്യത്യാസം നമുക്ക് പെട്ടെന്ന് തിരിച്ചറിഞ്ഞോളുന്നില്ല, കാരണം നമ്മളെ എപ്പോഴും കാണുന്നതാണല്ലോ. അതേപോലെ തന്നെ നമ്മുടെ കൂടെ ഉള്ളവർക്ക്. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോഴായിരിക്കും നമുക്ക് ആ കൂടുതൽ ഡിഫറൻസ് മനസ്സിലാവുക. അപ്പോൾ അതൊന്ന് നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ഏറ്റവും നല്ലൊരു ഡ്രിങ്കാണ്. അതേപോലെ തന്നെ നമുക്ക് വെളുക്കാനായിട്ട് ഗ്ലൂട്ടാത്തിയോണിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ ഇത് മാത്രം കുടിക്കേണ്ട ഒരു ആവശ്യമേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.